മാമി തിരോധാന കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാമിയുടെ കുടുംബത്തിന്റെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പ്രത്യേക അന്വേഷണ സംഘത്തെ മാറ്റി സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ കഴിഞ്ഞ മാസമാണ് ഭാര്യ ഹർജി നൽകിയത്. ഹർജിയിൽ വിശദമായ വാദം കേൾക്കാൻ കോടതി നേരത്തെ മാറ്റിവെക്കുകയായിരുന്നു. ഇതിനിടയിലാണ് സർക്കാർ SITയെ മാറ്റി സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറിയത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തതോടെ അന്വേഷണം നല്ല രീതിയിൽ നടക്കുന്നുവെന്നാണ് പരാതിക്കാരി പറയുന്നത്. ശരത് SS ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ശരത്, ഇന്നിപ്പോൾ ഹർജി പരിഗണിക്കും. വിശദാംശങ്ങൾ. മാമി തിരോധാന കേസിൽ കഴിഞ്ഞ മാസമാണ് മാമിയുടെ ഭാര്യ ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ളൊരു ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഈ കേസ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത് SIT ആയിരുന്നു. അതായത് പ്രത്യേക അന്വേഷണ സംഘമായിരുന്നു ഈ മാമി തിരോധാന കേസ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹർജിയിലാണ് ഇന്നിപ്പോൾ ഹൈക്കോടതി വിശദമായ വാദത്തിനായി പരിഗണിക്കുന്നത്. പക്ഷേ ഈ ഹർജി കോടതി സമർപ്പിച്ച ശേഷമാണ് ഇത്തരത്തിൽ സർക്കാർ SITയെ മാറ്റി കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുള്ളത്. നിലവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് നടക്കുന്നത്. നിലവിൽ അന്വേഷണം തൃപ്തികരമെന്ന നിലയിലാണ് ബന്ധുക്കൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഉൾപ്പെടെയായി 12ഓളം ആളുകളുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6 മണിക്കൂറോളം പരാതിക്കാരിയുമായി സംസാരിച്ച് അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ അന്വേഷണം തൃപ്തികരമാണ് എന്ന രീതിയിലാണ് ബന്ധുക്കൾ പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ CBI അന്വേഷണം വേണമോ എന്ന കാര്യത്തിൽ ബന്ധുക്കൾ നേരത്തെ ഉണ്ടായിരുന്ന വാദം തുടരുമോ എന്ന കാര്യം വ്യക്തതയില്ല. എന്നിരുന്നാലും ഈ ഒരു ഹർജി പരിഗണിക്കുന്നത് കഴിഞ്ഞ മാസം മാമിയുടെ ഭാര്യ സമർപ്പിച്ച അതായത് SIT അന്വേഷണം മാറ്റി CBIക്ക് അന്വേഷണം നൽകണമെന്ന ഭാര്യയുടെ ഒരു ആവശ്യപ്രകാരമായിരുന്നു. അതുമായി ബന്ധപ്പെട്ടായിരുന്നു ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഭാര്യ ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തൃപ്തികരമാണെന്ന രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുന്നത്. ശരി, ശരത് SS ആണ് വിശദാംശങ്ങൾ നൽകിയത്.